الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والذي له ملك السماوات والأرض وهو على كل شيء قدير. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الأخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا. يعلم ما بين أيديهم وما خلفهم ولا يحيطون به علما. وعنت الوجوه للحي القيوم وقد خاب من حمل ظلما. ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين وسلام على المرسلين والحمد لله رب العالمين. نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ കാര്യങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്ന വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യർ രണ്ട് വിഭാഗക്കാരേ ഉള്ളൂ. നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും. ഖുർആൻ വായിക്കുന്ന സന്ദർഭത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട് നമ്മളോടൊക്കെ. അതെല്ലാം ഒരാളെ വിളിച്ചിട്ടല്ല, എല്ലാവരെയും വിളിച്ചിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ യാ അയ്യുഹന്നാസ്, അല്ലെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു. ഇനി പ്രയോഗമാണെങ്കിൽ യുഖീമൂന സ്വലാത്ത വയുത്തൂന സക്കാത്ത, അവർ നമസ്കരിക്കുന്നവരാണ്, അവർ നോമ്പെടുക്കുന്നവരാണ്, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, എല്ലാം അവരാണ്. എന്നാൽ അതേ ഖുർആൻ
പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ അവരെ ഒഴിവാക്കുന്നു. സംഘബോധത്തെയും കൂട്ടായ്മകളെയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെയും ഒക്കെ മാറ്റിവെച്ചിട്ട് ഇൻഡിവിജ്വൽ വ്യക്തിപരമായ പ്രയോഗങ്ങളാണ് മിക്ക സ്ഥലങ്ങളിലും നടത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുക. യൗമ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. ഓരോ ആത്മാവും ഓരോരുത്തനും, ഒരാത്മാവ്, ആത്മാക്കൾ എന്ന പ്രയോഗമല്ല, കാരണം അതിൽ അർത്ഥമൊന്നുമില്ല. ഞാനാണ്, എന്നോടാണ് അല്ലാഹു പറയുന്നത്, നമ്മളോടല്ല, നിങ്ങളോടല്ല, നിന്നോടാണ് പറയുന്നത്. യൗമ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. ഓരോരുത്തരും ഒരുത്തൻ സമ്പാദിച്ചതിന്റെ പ്രതിഫലങ്ങൾ അവന് പൂർണ്ണമായി നൽകപ്പെടും. ഫഹും ലാ യുദ്ലമൂൻ. അവിടെ ബഹുവചന പ്രയോഗം വരുന്നുണ്ട്. നഫ്സ് എന്ന് ഏകവചനം പ്രയോഗിച്ചതിന് ശേഷം അവർക്ക് പ്രതിഫലം നൽകുന്നിടത്ത് അവർ ആക്രമിക്കപ്പെടുകയില്ല. പക്ഷെ ആളെയാണ് യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂഇൻ. ഓരോരുത്തനും അവനവൻ ചെയ്തതുമായിട്ട് വരും. ഓരോരുത്തനും അവനവൻ ചെയ്തതുമായിട്ട് വരും. ബാക്കിയുള്ളവരെന്ത് ചെയ്ത്, മറ്റുള്ളവരൊക്കെ എവിടെയാണുള്ളത്, അവരെങ്ങനെയായിരുന്നു, അവരെന്തൊക്കെയായിരുന്നു, ഈ ചോദ്യത്തിനും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊന്നും ഒരു പഴുതുമില്ല. ഇങ്ങനെയുള്ള നമ്മൾ പലതിലും പറയുക, അതങ്ങനെയായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടിയായി പോയതാ, അവരങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങളും ചെയ്തു പോയതാ, അല്ലെങ്കിൽ ഞാനും ചെയ്തു പോയതാ. ഇതാണ് മറുപടി പറയുക. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വിടുന്നില്ല. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്. ഓരോ ആത്മാവും ഓരോരുത്തനും അവനവൻ ചെയ്ത കാര്യങ്ങളുമായി അണിനിരക്കുന്ന സന്ദർഭത്തിൽ ഇത് വളരെ പ്രയാസകരമായ ഒരു ഘട്ടമാണ്. അവനവൻ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയുക എന്ന് പറയുന്ന ഏറ്റവും പ്രയാസകരമായൊരു ഘട്ടം നമ്മുടെ ജീവിതത്തെ കാത്തിരിക്കുന്നു. അവിടെ നമുക്ക് വേണ്ടി ഏതെങ്കിലും ഒരർത്ഥത്തിൽ സ്വാധീനം ചെലുത്താൻ, അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ, നമ്മളെ സഹായിക്കാൻ, നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ചെറിയ നീക്കുപോക്ക് നടത്താൻ ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുന്നില്ല. സൂറത്ത് ത്വാഹയിലെ അവസാന ഭാഗം കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിന്റെ രണ്ടാമത്തെ ഭാഗം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅത. ഒരാൾക്കും ഒരു ശുപാർശയും ഫലം ചെയ്യില്ല. ആർക്കും ആരുടെ ശുപാർശയും ഒരു ഫലവും ചെയ്യില്ല. ദുനിയാവിൽ എല്ലാം ശുപാർശ കൊണ്ട് നടക്കുന്നതാണ്. ആരെങ്കിലുമൊക്കെ ഇടപെട്ടാൽ, ആരെങ്കിലുമൊക്കെ ഒന്ന് പിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ, അവരുടെ ഒരു ഒപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോൺ വിളിയോ അല്ലെങ്കിൽ അവരുടെ അധികാരത്തിന്റെ എന്തെങ്കിലും ഒരു അടയാളമോ അവരുടെ പദവിയുടെ എന്തെങ്കിലും ഒരു അടയാളമോ ഒക്കെ ലഭിച്ചാൽ നമ്മൾ പരിഗണിക്കപ്പെടും. ചിലപ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കപ്പെടും. പക്ഷെ അല്ലാഹു പറയുന്നില്ല, യൗമ ലാ തൻഫഉ ശഫാഅത ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. അല്ലാഹു അനുമതി കൊടുത്തവർക്ക് മാത്രമേ അന്ന് ശുപാർശ ചെയ്യാൻ പറ്റൂ. ആർക്കാണോ അല്ലാഹു ശുപാർശ ചെയ്യാൻ അനുമതി കൊടുത്തിട്ടുള്ളത് അവര് മാത്രമേ ശുപാർശ പറയുകയുള്ളൂ. ഇവിടെ ശുപാർശക്ക് അനുമതിയൊന്നും വേണ്ട. ഞാനാണ് ശുപാർശ ചെയ്യും, നിങ്ങളാണ് ശുപാർശ ചെയ്യും. കാരണം എനിക്കെന്തോ ഒരു പവറുണ്ട്, എന്റെ കയ്യിൽ അധികാരമുണ്ട്, എന്റെ കയ്യിൽ സമ്പത്തുണ്ട്, എന്റെ പിന്നിൽ അനുയായികളുണ്ട്, ഞാനുമായി ബന്ധപ്പെട്ട കുറെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കൽ നിങ്ങളെ നിർബന്ധിതമാക്കുന്ന വിധേയത്വത്തിന്റെയും അധികാരത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെയും ഒക്കെ ഒരു നിർബന്ധിതമായ സാഹചര്യമുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ ഇല്ല. ആർക്കും ആരുടെ മുകളിലും വഴങ്ങിക്കൊടുക്കുകയോ നിർബന്ധിക്കുകയോ വിനീതരാവുകയോ അഭിമാനിക്കുകയോ ചെയ്യുന്ന ഒരു ഘട്ടമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്ക് അനുമതി കൊടുക്കുന്നുവോ അവര് മാത്രമാണ് നാളെ മഹ്ശറയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുക എന്ന് പറയുന്നു. എന്നിട്ടല്ല പറയുന്നു, റളിയല്ലാഹു ഖൗല, അവന്റെ വാക്കുകളെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു.
റെക്കമെൻഡ് ചെയ്യാൻ അർഹതപ്പെട്ട ആളുണ്ടല്ലോ, അയാളുടെ വാക്കുകളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നത് വലിയൊരു വിഷയമാണ്. അതിലേക്ക് ഞാനിപ്പോ കടന്നു പോണില്ല. ഖൗല്, വാക്ക് അള്ളാഹു തൃപ്തിപ്പെടുക, അയാളുടെ വാചകങ്ങളെ അള്ളാഹു തൃപ്തിപ്പെടുക. മരണാനന്തര ജീവിതത്തിൽ മഹ്ശറയിൽ അള്ളാഹു അയാൾക്ക് നൽകുന്ന ഒരു പരിഗണനയാണത്. അക്ഷരങ്ങൾ ചേർന്ന് വാക്കുകളുണ്ടാവും, വാക്കുകൾ ചേർന്ന് വാചകങ്ങളുണ്ടാവും. അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ നാം ഭാഷ പഠിപ്പിച്ചു. അക്ഷരങ്ങളും ലിപികളും അത് വിശാലമായ വേറൊരു ലോകമാണ്. ഇന്നത്തെ ചർച്ചയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വിഷയമല്ല. ഭാഷ, അതിന്റെ കൗതുകങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വലിയ ആശയ പ്രചാരണ കൈമാറ്റ രീതികൾ, ഭാഷകളുടെ അതീശത്വ സ്വഭാവം, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ ഭാഷ പഠിപ്പിച്ചത് അല്ലാഹുവാണ്. വേറെ ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? പദങ്ങളും വാക്കുകളും ആശയങ്ങളും. ഇനി ഭാഷയുണ്ടെങ്കിൽ തന്നെ അത് ഉച്ചരിക്കാനുള്ള നാക്കും ചുണ്ടും, ഒരു പദത്തിന്റെ ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയവും മസ്തിഷ്കവും, നിങ്ങളുടെ ചിന്തകളിലും വികാരങ്ങളിലുമൊക്കെ വരുന്ന നിലപാടുകളെ പ്രകാശിപ്പിക്കാൻ, അവതരിപ്പിക്കാൻ കഴിയുന്ന ബുദ്ധിപരമായ കഴിവും, ഇതൊക്കെ തന്നത് അല്ലാഹുവാണ്. ഒരു വാക്കാണ്ട് വരിക എന്ന് പറയുന്നത് വെറുതെ വരുന്നൊന്നുമല്ലല്ലോ. അതിന്റെ പിന്നിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്. ലോകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വാക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. വമ്പൻ പ്രസംഗങ്ങൾ മുതൽ ഭരണാധികാരികളുടെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ, ചരിത്രത്തിൽ വലിയ പ്രബലമാണല്ലോ അതൊക്കെ. വലിയ പ്രസംഗങ്ങൾ, വലിയ രചനകൾ, ആശയ പ്രകാശനങ്ങൾ, കവിത, സംഗീതം, നാടകം, സിനിമ, നോവൽ, എല്ലാം വാക്കുകളാണല്ലോ അതിന്റെ മർമ്മം. വാചകങ്ങളാണ്, മൗനങ്ങളല്ല, നിശബ്ദതകളല്ല. നിശബ്ദതയ്ക്ക് പോലും അർത്ഥമുണ്ടാകുന്നത് സംസാരിക്കുന്ന സന്ദർഭത്തിലാണ്. അല്ലെങ്കിൽ നിശബ്ദതയ്ക്ക് പോലും അർത്ഥമില്ല. വാക്കുകളുടെ പ്രകാശനത്തിലാണ് ലോകം നിലനിൽക്കുന്നത്. എന്തെല്ലാം വാചകങ്ങളാണ് ദുനിയാവിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ആരുടെയൊക്കെ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം അർത്ഥത്തിലുള്ള ആശയങ്ങളുടെയും വാചകങ്ങളുടെയും പ്രകാശനങ്ങളാണ് നമ്മുടെ മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം തോൽപ്പിക്കാൻ, അധികാരം നടത്താൻ, അടിച്ചമർത്താൻ, വിനീതരാവാൻ, അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ, പിടിച്ചുലക്കാൻ, പല രീതിയിലും ഓരോ രംഗത്തും നടക്കുന്ന ആശയങ്ങൾ നിങ്ങൾ നോക്കണം. ഒക്കെ വാക്കുകളാണ്. ലോകത്ത് ഇന്ന് ഒബാമയുടെ പ്രസംഗത്തെ അള്ളാഹു സ്വീകരിക്കൂ. ലോകത്ത് വലിയ മാർക്കറ്റുണ്ടതിന്. അമേരിക്കൻ ഇലക്ഷനിലെ പ്രസിഡന്റ് നമ്മുടെ മുമ്പിൽ വരികയാണ് എല്ലാ ദിവസവും ചാനലിൽ. അവിടെ ഹിലാരി വരുന്നു, ഡൊണാൾഡ് ട്രംപ് വരുന്നു. രണ്ടാൾ വന്നാൽ എന്താണ് ഇവരുടെ പരിഗണന? ലോകം എന്താ ഇവരെ പരിഗണിക്കുന്നത്? അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഒന്ന് ഉരുവിട്ടാൽ, ഒരു നയം പ്രഖ്യാപിച്ചാൽ അത് വലിയ സംഭവമായിട്ട് വരുന്നു. ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പാർലമെന്റിന്റെ അകത്തും പുറത്തുമുള്ളവർ പറയുന്നു, പ്രധാനമന്ത്രി പറയണം. രാജ്യസഭയെയും ലോകസഭയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യണം. പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും നയം വ്യക്തമാക്കണം. ഏത് പ്രശ്നത്തിലും, ഏറ്റവും വലിയ സംഭവങ്ങൾ മുതൽ വളരെ നിസ്സാരമായ കാര്യത്തിലടക്കം. ഒരു കുട്ടി വീണുപോയാൽ സാരമില്ല, എഴുന്നേൽക്ക്, അതും ഒരു വർത്തമാനമാണ്. ആ കുട്ടിയോടുള്ള വീഴലിനോടുള്ള നമ്മുടെ നിലപാടിന്റെ പ്രഖ്യാപനമാണ്. ആരാടാ വീഴാൻ പറഞ്ഞത്? എന്തിനാടാ വീണത്? അതും ഒരു നയപ്രഖ്യാപനമാണ്. പക്ഷെ രണ്ടും രണ്ട് ഫല. എന്തിനാണ് പറയുന്നത്? എവിടെയാണ് പറയുന്നത്? എങ്ങനെയാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? ആരോടാണ് പറയുന്നത്? പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടല്ല പറയുന്നു, വറദിയ ലഹു ഖൗല. ഇഹലോകത്തും പരലോകത്തും ആരുടെ വാക്കുകളെയാണ്? ഇതിലെല്ലാം വരുട്ടോ, രചനകൾ, സാഹിത്യങ്ങൾ, വലിയ ഹോളിവുഡ്, കോളിവുഡ്, ബോളിവുഡ് സിനിമകൾ, ഇതൊക്കെ പറച്ചിലാണല്ലോ. ഒരാശയത്തെ കോടികളുടെ മുതൽ മുടക്കുള്ള ആശയ സംവിധാനത്തിന്റെ രീതിശാസ്ത്രങ്ങളാണ് അതൊക്കെ. അവതാർ, അതുപോലെ തന്നെ സിൻലയിൽ എത്ര കോടികളുടെ എസ്റ്റിമേറ്റുള്ള സിനിമകളടക്കം ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇവരത് പിടിച്ചത്? എന്താണ് അവർ അതിലൂടെ പറയുന്നത്? എന്തിനാണ് അവർ പറയുന്നത്? ആ പറഞ്ഞത് കൊണ്ട് ലോകത്ത് സംഭവിച്ചിട്ടുള്ള മൂല്യപരമായ മാറ്റം എന്താണ്?
എന്തിനാണ് ഇവർ പറയുന്നത്? ഒരു സിനിമയുടെ പേര് പോലും ഒരു ഖൗലാണ്, ഒരു വർത്തമാനമാണ്. വലിയ പോസ്റ്ററിൽ നിങ്ങൾ കാണുന്ന ഒരു സന്ദേശം. സംവിധായകനും നിർമ്മാതാവും അതിലെ നടന്മാരും എന്തിനാണത് പറഞ്ഞത്? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമെങ്കിൽ എല്ലാം ഉദ്ദേശിക്കാം. ശാസ്ത്രം, കല, സാഹിത്യം, വിദ്യാഭ്യാസം എല്ലാം വാക്കുകളുടെ പ്രളയമാണ്. പക്ഷെ അല്ലാഹു പറയുന്നു, നാളെ ഇവിടങ്ങളെല്ലാവരും വാക്കും കേൾക്കുന്നുണ്ട്. ആ പുസ്തകത്തെ പരിഗണിക്കുന്നു, ആ ആശയത്തെ പരിഗണിക്കുന്നു, അയാളുടെ പ്രസംഗത്തെ പരിഗണിക്കുന്നു, അയാളുടെ സംഗീതത്തെ പരിഗണിക്കുന്നു, അയാളുടെ ആവിഷ്കാരത്തെ, സിനിമയെ നിങ്ങൾ പരിഗണിക്കുന്നു, അയാളുടെ ലേഖനത്തെ നിങ്ങൾ പരിഗണിക്കുന്നു. ദുനിയാവിൽ നിങ്ങൾ എല്ലാവരെയും പരിഗണിക്കുന്നു. അല്ലാഹു പറയുന്നു, നിങ്ങൾ പരിഗണിച്ച മഹാകൊമ്പന്മാരെ കണ്ടല്ലോ, വമ്പന്മാരെ കണ്ടല്ലോ, ചിന്തയുടെയും ബുദ്ധിയുടെയും അറിവിന്റെയും ആഴങ്ങളിൽ കടന്ന് അമ്മാനവാടി സാധാരണ മനുഷ്യരെ മുഴുവൻ അപകടകരമായ സംവിധാനങ്ങളിലേക്ക് നയിച്ച ആശയങ്ങളും വാചകങ്ങളും രചനകളും ആവിഷ്കാരങ്ങളും ഒക്കെയുണ്ട്. ഇവരൊന്നുമല്ല അല്ലാഹു പരിഗണിക്കുന്നത്. വറളിയലഹു ഖൗല, അല്ലാഹു ഇഷ്ടപ്പെടണം. അവരുടെ വാക്കുകളെ അല്ലാഹു പരിഗണിക്കണം. മീഡിയ നൽകുന്ന കവറേജല്ല, പത്രങ്ങളിൽ വരുന്ന ഇടമല്ല, പത്രങ്ങളിൽ കിട്ടുന്ന ഫോട്ടോയുടെ ഫ്രണ്ട് പേജും കവറേജുമല്ല, വാട്സപ്പിലും യൂട്യൂബിലുമൊക്കെ നിറഞ്ഞു കവിയുക എന്നുള്ളതല്ല. നിങ്ങൾ എന്തിനു വേണ്ടി പറയുന്നു? നിങ്ങൾ ആരോട് പറയുന്നു? നിങ്ങൾ എങ്ങനെ പറയുന്നു? എന്താണ് അതിന്റെ മൗലികമായ ധാതു? ഞാൻ അവിടെ അവസാനിപ്പിച്ച ആ ഭാഗം. അല്ലാഹു വാചകങ്ങളെ നാളെ മഹ്ശറയിൽ റെക്കമെൻഡ് ചെയ്യാൻ അർഹതയുള്ളത് ഒബാമക്കല്ല, നിങ്ങളുടെ താരങ്ങൾക്കല്ല, നിങ്ങളുടെ മഹാവിദഗ്ധന്മാർക്കല്ല. ഒരു വിഷയത്തിലും അവരെ അല്ലാഹു തൊടിയിക്കില്ല. കാരണം ദുനിയാവിൽ അവരുടെ സംസാരങ്ങൾ ലക്ഷ്യബോധമുള്ളതോ ആശയപ്പൊരുത്തമുള്ളതോ നിഷ്കളങ്കമോ നിസ്വാർത്ഥമോ സത്യസന്ധമോ ആയിരുന്നില്ല. അപകടകരമായ കുടിലതകളെയും താൽപര്യങ്ങളെയും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വറളിയലഹു ഖൗല, മഹ്ശറയിൽ നിങ്ങൾക്കൊരു അവസരം കിട്ടണമെങ്കിൽ അവരുടെ വാചകങ്ങളെ, വാക്കുകളെ അല്ലാഹു ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ടല്ല പറയാ, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, ഞാൻ പറയാൻ പോകുന്ന ആളെക്കുറിച്ചും ആർക്കു വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത് അവരെക്കുറിച്ചും അള്ളാഹുവിനറിയാം. പറയാൻ റെക്കമെൻഡ് നൽകപ്പെട്ട അർഹതപ്പെട്ട ആളും ആർക്കു വേണ്ടിയാണ് അദ്ദേഹം പറയാൻ പോകുന്നത് അവരെക്കുറിച്ചും അള്ളാഹുവിനറിയാം. ദുനിയാവിലെ റെക്കമെൻഡിനൊന്നും അറിയില്ല. ആരും സമുദായം, ജാതി, സംഘടന, വർഗം, സമ്പത്ത്, സമൂഹം, വോട്ട്, നാട്ട്, പള്ളി, മതം ഇതൊക്കെ നോക്കിയിട്ടല്ലേ റെക്കമെൻഡ് കൊടുക്കുക. അല്ലാതെ അതിന്റെ ഉള്ളടക്കങ്ങൾ, അതിന്റെ മൂല്യപരമായി നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, സഭകൾക്ക്, ജാതി സംഘടനകൾക്ക് ഒക്കെ ഭൂമി അളന്നു കൊടുത്ത് റവന്യൂ വകുപ്പ് എന്ന് പെട്ടെന്ന് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കുക, കായൽ നികത്താൻ ഒപ്പിട്ട് കൊടുക്കുക. ഇതൊക്കെ റെക്കമെൻഡാണല്ലോ. പിന്നെ തിരുത്താൻ ഞാൻ അതിന്റെ രാഷ്ട്രീയമല്ലപ്പോ പറയുന്നത്. ഇത് എന്താണ് ഇതിന്റെ ശരി, എന്താണ് ഇതിന്റെ തെറ്റ് നിങ്ങൾക്കറിയില്ല. ഭരണകൂടവും വ്യക്തികളും സംഘങ്ങളും സംവിധാനങ്ങളും ഒരു വശം ചേർന്ന് നിന്ന് അപകടകരമായ നടപടിക്രമങ്ങൾ തീരുമാനിക്കുമ്പോൾ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, ഇതുകൊണ്ട് വരാനിരിക്കുന്നതും ഇത് എന്തിനാണ് എന്നുള്ളതൊന്നും നിങ്ങൾക്കറിയില്ല. പക്ഷെ അല്ലാഹ്ക്കറിയാം. റെക്കമെൻഡ് ചെയ്യാൻ, സംസാരിക്കാൻ അർഹത നൽകുന്ന ആളെക്കുറിച്ച് അല്ലാഹുവിനെ നന്നായിട്ടറിയാം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അയാളുടെ മുന്നും അയാളുടെ പിന്നും അതുമായി ബന്ധപ്പെട്ട ഏത് സംഭവങ്ങളെക്കുറിച്ചും പടച്ച റബ്ബിനറിയാം. വലാ യഹീതൂന ബിഹി ഇൽമാ, പക്ഷെ നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ചൊന്നും അറിയില്ല. അല്ലാഹുവിന്റെ അറിവിന്റെ ആഴങ്ങളിൽ നിന്ന് ഒന്നും നിങ്ങളുടെ ഒരിത്തിരി വിവരങ്ങളുടെയും ജ്ഞാനത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെയും ഒന്നും നിങ്ങളുടെ കയ്യിലില്ല. അല്ലാഹുവും അവന്റെ നിലപാടുകളും അതിന്റെ അധികാര സംവിധാനങ്ങളെ കുറിച്ചൊക്കെ വളരെ കുറച്ച് നിങ്ങൾക്കറിയൂ. പക്ഷേ അല്ലാഹ്ക്ക് എല്ലാവരെ കുറിച്ചും അറിയാം. നാളെ മഹ്ശറ ആരാ റെക്കമെൻഡ് ചെയ്യാൻ വരിക? നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാ വരിക? എന്നിട്ടല്ല പറയാ, വഅനത്തിൽ വുജൂഹുലിൽ ഹയ്യിൽ ഖയ്യൂം, ആളുകൾ മുഖം താഴ്ത്തി കീഴടങ്ങിയ മുഖങ്ങളുമായിട്ട് അവർ വരുന്നു. മുഖത്തെക്കുറിച്ച് ഖുർആനിൽ കുറെ ചർച്ചയുണ്ട്. മനസ്സിൻ അങ്ങനെ ഒരു കവിത ഉണ്ടല്ലോ, ഒരു മനസ്സിൻ മുഖമെന്ന്, മനസ്സിൻ കണ്ണാടി മുഖമെന്ന് പഴമൊഴി. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. ഒരു മനുഷ്യന്റെ നിലപാടുകളെയും സമീപനങ്ങളെയും പ്രദർശിപ്പിക്കുന്ന അസ്തിത്വത്തിന്റെ അടയാളമാണ് മുഖം എന്ന് പറയുന്നത്.
മുഖാണല്ലോ. അമിതാഭ് ബച്ചന്റെ ശരീരം കൊടുക്കുമ്പോ ശരീരമെല്ലാം ഉടമ്പല പ്രദർശിപ്പിക്കുക. ധോണിയുടെ ശരീരമല്ല വെക്കുക, നരേന്ദ്രമോദിയുടെ കഴുത്തില്ലാത്ത ശരീരമല്ല വെക്കുക. ലോകത്തിലെ ആരുടെയും മുഖമാണ് മർമ്മം, മുഖത്തിനാണ് പരിഗണന. കാരണം വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട എല്ലാം ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ ആശയപരമായി കരുത്തനാക്കുന്ന ഭൗതികാവയവങ്ങളുടെ മർമ്മങ്ങൾ മുഴുവനുള്ളത് മുഖത്ത. ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ, ഹൃദയം. ബാക്കി മുഴുവൻ എവിടെയാ? മസ്തിഷ്കം എവിടെയാണ്? കാഴ്ചയും കേൾവിയും ഇവിടെയാണ്. നാക്കും മൂക്കും രുചിയും ആസ്വാദനങ്ങളും ഒക്കെ ഇവിടെയാണ്. ആ തല പോയാ കഴിഞ്ഞു കഥ. മുഖമാണ് ഏറ്റവും വലിയ സംഭവം. വ്യക്തിയുടെ നിലപാടുകളെയും ആശയങ്ങളെയും ഒക്കെ ശേഖരിക്കുകയും പ്രകടിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ളത് മുഖത്തിനാണ്. അല്ല പറയോ, ആ മുഖമുണ്ടല്ലോ, അലങ്കരിച്ച മുഖം, നല്ല വർണ്ണങ്ങളുള്ള മുഖം, തുടുത്ത മുഖം, അധികാരങ്ങളുടെ അടയാളങ്ങളുള്ള മുഖം, അവശതകളുടെ അടയാളങ്ങളുള്ള മുഖം, അടിച്ചമർത്തലുകളുടെ വിധേയത്വങ്ങളുള്ള മുഖം, അതുപോലെ തന്നെ വ്യത്യസ്തമായ മുഖഭാവങ്ങളുണ്ട് മനുഷ്യർക്ക്. അവന്റെ എല്ലാ സംഗതികളെയും അത് പ്രദർശിപ്പിക്കും ആ മുഖം. അല്ല പറയാ നാളെ മഹ്ശറയിൽ വഅനത്തിൽ വജൂഹു, പരുങ്ങിയ മുഖവുമായി, കീഴൊതുങ്ങിയ മുഖവുമായി. അല്ല ദുനിയാവുന്നത് ആവശ്യപ്പെട്ട് നിങ്ങൾ അള്ളാഹ്ക്ക് മുഖം കൊടുത്തിട്ടില്ല. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. നിങ്ങളുടെ കാഴ്ച നിങ്ങൾ ആർക്ക് കൊടുത്തു? നിങ്ങളുടെ കേൾവി നിങ്ങൾ ആർക്കാണ് വിട്ടുകൊടുത്തത്? നിങ്ങളുടെ വാക്കുകളും നാക്കുകളും ആരാണ് വിലക്കെടുത്തത്? നിങ്ങളുടെ ചിന്തകളെ പോലും ആരാണ് കൊള്ളയടിച്ചത്? നിങ്ങളുടെ സ്വാതന്ത്ര്യം എവിടെയാണ് ഉള്ളത്? നമ്മുടെ മുഖങ്ങളെ എല്ലാവരും പല ദിശയിലേക്കും തിരിച്ചു കൊണ്ടുപോയി. ഇങ്ങനെയാണല്ലോ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണില്ല. ഓരോ രംഗത്ത് കുറെ ആളുകൾ പിടിച്ചു വലിച്ച് നമ്മൾ മുഖം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമ്മളെയാണ് കൊണ്ടുപോകാന്നാണ് അർത്ഥം. അല്ല മുഖം മാത്രം വെട്ടിയെടുത്തിട്ട് കൊണ്ടോ, മുഖം മാത്രം കൊണ്ടായാൽ കഴിഞ്ഞ് കഥ. ആളെ കൊണ്ടുപോയി തലവെട്ടലാണല്ലോ ആളെ കൊല്ലാൻ, കഴുത്തിൽ കുരുക്കുടല ആളെ കൊല്ലാൻ തന്നെയാണല്ലോ മർമ്മം. ഇത് പോടുവാള്. ഇപ്പൊ തല കൊണ്ടുപോയി, നമ്മുടെ തല കൊണ്ടുപോയി. എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് പറയുന്നു, എന്തിനു പറയുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, ഇതൊന്നും ഒക്കെ ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആദാനുല്ല യസ്മഊന ബിഹ, അബ്സാറുല്ല യുബ്സിറൂന ബിഹ, ഖുലൂബുല്ല യഫ്ഖഹൂന ബിഹ. കണ്ണുണ്ട്, കാണില്ല, ഒന്നും കാണില്ല അവർ. കാതുണ്ട്, കേൾക്കില്ല അവർ. ഹൃദയമുണ്ട് അവർക്ക്, പക്ഷേ ചിന്തകളും വികാരങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നുമില്ല. അവരെ പണയപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ ചിന്തയും ബുദ്ധിയും കാഴ്ചയും കേൾവിയും കൂച്ചുവിലങ്ങിടപ്പെട്ടിരിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ട്. അതുകൊണ്ട് എല്ലാവരും കൂടി നയിക്കണം നമ്മളെ. സയഖൂലു സുഫാഉ മാ വല്ലാഹു അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. പല ഖിബ്ലകളിലേക്കും പല ആശയങ്ങളിലേക്കും പല ദർശനങ്ങളിലേക്കും പല ദിശകളിലേക്കും എല്ലാവരും നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടേ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എനിക്കറിയില്ല. അത് ഖുർആന് കുറച്ച് വെച്ചാലേ അത് തിരിയുള്ളൂ. എന്നെ നിങ്ങളെയും കൊണ്ടുപോവാ പല വഴിക്കും പോയി. അങ്ങനെയുള്ളോ എല്ലാം ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? എന്തിന്റെ പിന്നാലൊക്കെയാണ് ഈ ബുദ്ധിയുള്ള സ്പീഷീസ് എന്ന് പറയുന്ന മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്? ആരുടെയൊക്കെ പിന്നാലെയാണ് പോകുന്നത്? വിഡ്ഢികളുടെ, അക്രമകാരികളുടെ, ഭീകരന്മാരുടെ, തമ്മാടികളുടെ, കള്ളപ്പണക്കാരും കൂട്ടിക്കൊടുപ്പുകാരും ആർക്കുണ്ടനുയായികൾ. ബുദ്ധിയുള്ള മനുഷ്യൻ. ഒരു മൃഗം പോവില്ല അങ്ങനെ. ഒരു തമ്മാടി മൃഗത്തിന്റെ പിന്നിൽ ഒരു തമ്മാടി മൃഗം പോവില്ല. അതിനെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിട്ട് വിടേ ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾ മനുഷ്യനെടുത്ത് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ അനുയായികളില്ലാത്ത ഏതെങ്കിലും ഒരു നേതാവുണ്ടോ ലോകത്ത്? ഉണ്ടോ? ബുദ്ധിയുള്ള അനുയായികൾ എന്ന് പറയുന്നവർ എല്ലാറ്റിന്റെ പിന്നാലെയും നല്ല ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന മുതല ഈ യജമാനൻ അല്ലെങ്കിൽ നേതാവ് ഏറ്റവും വലിയ വിവരക്കേടുകളിലേക്കും നെറികേടുകളിലേക്കും മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ മുഖം കൊടുക്കുക. മുഖം കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരാളിങ്ങനെ മുഖം കൊടുത്ത് തിരിച്ചു എന്നല്ല. വ്യവസ്ഥകളെ അംഗീകരിക്കുന്നു, ക്രമങ്ങളെ സ്വീകരിക്കുന്നു, അവരുടെ നിലപാടുകളോട് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നു, അവരുമായിട്ട് ലയിക്കാൻ സന്നദ്ധമാകുന്നു, ഏതൊഴുക്കിനോടും രാജിയാവുന്നു. ഇതിന് വിരുദ്ധമാണ് വജ്ജഹ്തു വജ്ഹിയ. എന്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുന്നു. ലില്ലദീ ഫതറ സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണോ അവന്റെ നേരെ മരിച്ചു പോകുന്നവരും നശിക്കുന്നവരും നിലനിൽക്കാത്തവരും പരാജയപ്പെടുന്നവരും ദുർബലരും ഇതൊക്കെയല്ലേ നമ്മുടെ നേതാക്കന്മാർ. നമ്മൾ വലിയവരാണെന്ന് ധരിച്ച നേതാക്കന്മാർക്കൊക്കെ ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആരുടെ പിന്നാലെയാണ് നിങ്ങൾ പോകുന്നത്?
എല്ലാ കാലവും ജീവിക്കുന്ന, എല്ലാ കാലവും നിലനിൽക്കുന്ന, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ആണോ ഇവരൊക്കെ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നേതാവും അടുത്ത 100 കൊല്ലം കഴിഞ്ഞുണ്ടാവില്ല. അവന്റെ ഒരു സേവ കിട്ടാൻ, അവന്റെ ഒരു പിൻഭാവാൻ, അവന്റെ ഒരു ഓശാരം വാങ്ങാൻ, അവന്റെ പിന്നിൽ നിന്നിട്ടൊരു പുഞ്ചിരി കിട്ടാൻ, അവന്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ ഒക്കല്ലേ ഭയങ്കരമായ കളി. അടുത്ത 100 വർഷം കഴിഞ്ഞാൽ അവനില്ല, ഒരു പ്രമാണിയുമില്ല. അല്ലാതാ പറഞ്ഞത്, ഇന്ന് നിങ്ങളുടെ മുഖത്തെ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. എല്ലാവരും രാഷ്ട്രീയ, മത, സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലെല്ലാം ദിശമാറി സഞ്ചരിച്ച മുഖങ്ങൾ, ചിന്തകൾ, കണ്ണുകൾ, കയ്യുകൾ, കാലുകൾ എല്ലാം മുഖം കീഴൊതുങ്ങി എന്ന് പറഞ്ഞു. പിന്നെ വേറെ വിശദീകരണം ഉണ്ട്, അതിലേക്ക് ഞാനിപ്പോ പോണില്ല. മുഖം കുത്തി വലിച്ചു കൊണ്ടുവരും, കാണാത്തവനും അത് പിന്നീട് ഒരിക്കലും നമുക്ക് പറയാം. വാഹനത്തിൽ വുജൂഹുൽ ഹയ്യിൽ ഖയ്യൂം, നമ്മളെയൊക്കെ നിയന്ത്രിച്ച മുഖങ്ങൾ, അതിന്റെ കീഴിൽ അണിചേർന്ന മുഖങ്ങൾ, എല്ലാവരും ഇതാ തലയും താഴ്ത്തിങ്ങനെ വരുന്നത്, ഒതുങ്ങി, കീഴൊതുങ്ങി. അഹങ്കാരത്തിന്റെയും ദമ്പിന്റെയും ദൗർബല്യങ്ങളുടെയും ഒക്കെ പ്രതീകമായിരുന്ന മുഖം എല്ലാവരുടെയും ബോഡിയിലേതൊന്ന് ആകെങ്ങനെ വാഹനത്തിൽ മുഖം കീഴൊതുങ്ങിയിരിക്കുന്നു, വഴങ്ങിക്കൊടുത്തിരിക്കുന്നു. ലിൽ ഹയ്യിൽ ഖയ്യൂം, ആർക്ക്? ചത്തുപോവുകയും അടിഞ്ഞു പോവുകയും നശിക്കുകയും ചെയ്യുന്ന ദർശനങ്ങൾ, ആശയങ്ങൾ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, അതിനൊക്കെ നിങ്ങൾ മുഖം കൊടുത്തു. പക്ഷെ അല്ലാഹുവല്ലല്ലോ ഹയ്യുൽ ഖയ്യൂം, എല്ലാ കാലത്തുമുള്ളവൻ, നിതാന്തമായി ജീവിക്കുന്നവൻ, ജീവനോടെ നിലനിൽക്കുന്നവൻ, ഹയ്യോടവൻ, അനശ്വരനാണവൻ എന്ന് മാത്രമല്ല ഖയ്യൂം, നിയന്ത്രിക്കുന്നത് അവനാ, നിലനിർത്തുന്നത് അവനാ, നിലനിൽപ്പുള്ളത് അവനാണ്, നിലനിർത്തുന്നത് അവനാണ്. നിലനിൽക്കാത്തവനും നിലനിർത്താത്തവർക്കുമാണ് നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ കൊടുത്തത്, അല്ലേ? സ്വയം നിലനിൽപ്പില്ല, ഒന്നിനെയും നിലനിർത്താൻ അവർക്ക് കഴിയില്ല. അതിനാണല്ലോ നമ്മളൊക്കെ മുഖം കൊടുത്തത്. അപ്പൊ അല്ലാഹു പറയാ, ദുനിയാവിൽ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ സ്വന്തം മുഖത്തെ വിട്ടുകൊടുത്തവരുടെ മുമ്പിൽ എന്നെന്നും നിലനിൽക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പതുങ്ങിയ, ഒതുങ്ങിയ, വരണ്ട മുഖങ്ങളുമായി അവർ കടന്നു വരുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു വർത്താനം, വഖദ് ഖാബ, തോറ്റു, മുടിഞ്ഞു, പരാജയപ്പെട്ടു, അടിഞ്ഞുപോയി. ഇതാണ് വഖദ് ഖാബ. ആര്? മൻ ഹമല ളുൽമ, അക്രമങ്ങളും വഹിച്ചുകൊണ്ട് വന്നവൻ, അക്രമങ്ങളുമായി വഹിച്ചു വന്നവൻ. ഇതിലൊന്നും സംഘടനയും ജാതിയും വർഗവും മതവും സമുദായം ഒന്നും പറയണില്ല. ആരാണോ ദുനിയാവിൽ അതിക്രമത്തിന്റെ, ഇരുട്ടിന്റെ വളരെ അപകടകരമായ നിലപാടുകൾ സ്വീകരിച്ചത്, ചെറുതാണെങ്കിലും ശരി, ഏറ്റവും വലുതാണെങ്കിലും ശരി, വഖദ് ഖാബ, പരാജയപ്പെട്ടിരിക്കുന്നു. മൻ ഹമല ളുൽമ, അതിക്രമങ്ങൾ വഹിച്ചുകൊണ്ടുവരുന്നവൻ. കച്ചവടത്തിലെ അക്രമം, ഉദ്യോഗത്തിലെ അക്രമം, തൊഴിലാളിയുടെ അക്രമം, മുതലാളിയുടെ അക്രമം, നേതാവിന്റെ അക്രമം, അനുയായികളുടെ അക്രമം, വിദ്യാഭ്യാസത്തിലെ അക്രമം, ശാസ്ത്രത്തിലെ അക്രമം, രാഷ്ട്രീയത്തിലെ അക്രമം, മതത്തിലെ അക്രമം, ആരാധനയിലും ആചാരങ്ങളിലുമൊക്കെയുള്ള അക്രമം, ബിസിനസ്സിലെ അക്രമം. ഓരോന്ന് അക്രമം എന്ന് പറയണത് ഏതോ ഒരാള് നിസ്കരിക്കുന്നിടത്ത്, നോൽമോൽക്കുന്നിടത്ത് അല്ലറ ചില്ലറ പഴവറ്റിയ വിഷയമൊന്നുമല്ല പറയുന്നത്. മൻ ഹമല ളുൽമ, ലോകത്തെ നശിപ്പിക്കുന്ന, മനുഷ്യന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങൾക്കാണ് ഖുർആൻ ളുൽമ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. മൻ ഹമല ളുൽമ. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനുങ്ങളൊക്കെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുക? അതിക്രമം എന്ന് പറയുന്നതിന്റെ അർത്ഥം വലിയവരുണ്ട്, വലിയ വലിയ അതിക്രമകാരികളുണ്ട്. ഫിർഔനും ഹാമാനും കാറൂനും അതുപോലെ തന്നെ നമ്രൂദും ആദറും, ആ പരമ്പരയിൽ എല്ലാ കാലത്തും ചേർന്ന് നിൽക്കുന്ന അതിക്രമകാരികളുണ്ട്. അവരെ വിടാം നമുക്ക്. നമ്മളെന്ത് ചെയ്തു? നമ്മൾ ചെയ്യുന്നത് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോണല്ലോ. അതൊക്കെ കൂടി ഏറ്റെടുത്തിട്ട് സ്വന്തം പ്രവർത്തനങ്ങളുടെ ഭാരങ്ങളുമായി വിങ്ങിപ്പൊട്ടി പ്രയാസപ്പെട്ട് പരവശനായി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ആര്? യഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ. നേതാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. യഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ എല്ലാവരുടെ ഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവർ വരും. എല്ലാവരുടെ ഭാരങ്ങളും എല്ലാവരും ഏറ്റെടുക്കണം. യൗമൽ ഖിയാമ. വമിൻ ഔസാരിൽ ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമിൻ. അവർ വഴിപിഴപ്പിച്ച, ഒരു വിവരവുമില്ലാതെ, ഒരു ജ്ഞാനവുമില്ലാതെ, ഒരു വെളിപാടുമില്ലാതെ, ഒരു സാൻമാർഗിക ദർശന മൂല്യ നിലപാടുകളുമില്ലാതെ എല്ലാ നെറുകേടുകളിലേക്കും മനുഷ്യരെ നയിച്ച
എന്നിട്ട് അറിവുകേടിൽ വീണുപോയ മനുഷ്യരുടെ ഭാരങ്ങളും ആരും വിടൂല. അല്ലാഹ് മതനേതാവിനെ വിടൂല, രാഷ്ട്രീയ നേതാവിനെ വിടൂല. കാരണം അങ്ങനെയാണല്ലോ. കള്ള് നല്ലതാ. ആരായി പറയണത്? ആരാ നിങ്ങളോട് പറഞ്ഞത് കള്ള് നല്ലതാണെന്ന്? ഏത് നേതാവോ പറഞ്ഞത്? പലിശ നല്ലതാ. ആ നേതാവ് ഇതിന്റെ ഭാരങ്ങൾ മുഴുവൻ വാങ്ങണം. എല്ലാവരുടെ ഭാരം ഏറ്റു വാങ്ങണം. അപ്പൊ ജനങ്ങൾക്കും തോന്നാണ് പലിശ നല്ലതാ. ഹിന്ദുവിനും തോന്നി, മുസ്ലിമിനും തോന്നി, ക്രിസ്ത്യാനിക്കും തോന്നി, കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും BJPക്കും ഒക്കെ തോന്നാണ് പലിശ നല്ലതാ. ഏതൊരു ചെറിയ പ്രവർത്തനവും അതിന്റെ എല്ലാ അളവിലും അല്ലാഹ് പരിഗണിക്കും. അളവിലും ഏതൊക്കെ രംഗത്ത് എന്തൊക്കെ രീതിയിലുള്ള വഴിവിട്ട നിലപാടുകൾ, അക്രമപരമായ രീതിശാസ്ത്രങ്ങൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ, അതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർ ബിഗൈരി ഇൽമിൻ, ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ വഴിപിഴപ്പിച്ചതിന്റെ പേരിൽ അവരുടെ ഭാരങ്ങൾ കൂടി അവർ ഏറ്റെടുത്തുകൊണ്ട് അവിടെ വരണം. അലാ സാഅ യസിറൂൻ. എത്ര മോശപ്പെട്ട ഭാരമാണ്, നീചമായ ഭാരമാണ്. നിങ്ങളൊന്ന് എടുത്ത് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആരാന്റെ ഭാരം ഏറ്റെടുത്തിട്ട് നമ്മൾ പോകേണ്ടി വരിക, നമ്മൾ പോകേണ്ടി വരിക. നിങ്ങളൊരു ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു അശ്ലീല ചിത്രം നിങ്ങൾ യൂട്യൂബിൽ കയറ്റുന്നു, നിങ്ങളത് സ്പ്രെഡ് ഒരുത്തിന് കൊടുക്കുന്നു. സുഹൃബന്ധം അങ്ങനെയൊക്കെയാണല്ലോ. ആരെ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാം. എന്തിനാ നിങ്ങൾ കൊടുത്തത്? ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കേട്ടോ. എല്ലാവരും ചെയ്യണ പണിയാന്നില്ല അർത്ഥമല്ല. പക്ഷെ അതൊക്കെ ഉണ്ട് ഇപ്പോൾ ലോകത്ത്. നിറഞ്ഞു കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയാൽ ഞാൻ പാസ് ചെയ്യും, 10 ആൾക്ക് പാസ് ചെയ്യും, 10 ആള് 100 ആൾക്ക് പാസ് ചെയ്യും, 100 ആള് 1000 ആൾക്ക് പാസ് ചെയ്യും. അതാണല്ലോ അതിന്റെ ഒഴുക്ക്. ഈ ഒരുത്തൻ ഇതൊക്കെ ഏറ്റെടുക്കണം. 100, 1000, 10000 ലക്ഷങ്ങൾ, കോടികൾ ആരുടെയൊക്കെ കൈകളിലേക്കാണോ ഇത് ഒഴുകിയെത്തുന്നത് അതിന്റെയൊക്കെ ഫലം, എല്ലാറ്റിന്റെ ഫലവും ഇതൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ ഏത് രംഗത്ത് നടക്കുന്ന ഏതക്രമവും 1 കിലോ വേണ്ട സാധനം 900 ഗ്രാമോ 925 ഗ്രാമോ വെച്ചിട്ട് പാക്ക് ചെയ്യുക, എന്നിട്ട് മാർക്കറ്റിൽ കൊടുക്കുക. അല്ലെങ്കിൽ 10 രൂപയ്ക്ക് കിട്ടേണ്ട സാധനത്തിന് 15 രൂപ വിലയിട്ട് മാർക്കറ്റിൽ കൊടുക്കുക. കോടികളുടെ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തുക. എല്ലാം ഭാര. കാരണം ഓരോന്നും സത്യസന്ധവും നീതിപൂർവവും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു അവകാശത്തിനെയാണ് അവൻ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹ് പറയാം, ഔസാരില്ലദീന യുദല്ലൂനഹും ബിഗൈരി ഇൽമിൻ. ആരെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത്? കൈക്കൂലി, കള്ളക്കച്ചവടം, അഴിമതി, പലിശ ഒക്കെ ഇതിൽ വരും. ഇതൊക്കെ ചെയ്യുന്നവനും അതിനൊക്കെ കൂട്ടുനിൽക്കുന്നവനും അതിനുവേണ്ടി നിലനിൽക്കുന്നവരൊക്കെ അല്ലാഹു കൈകാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, യൗമ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അത് വിജയമല്യനെ കുറിച്ച് ഇറങ്ങിയ ആയത്താ. 9000 കോടി കട്ടിട്ടാ ഇവിടുന്ന് കയറിയിരിക്കുന്നത്. പിടിച്ചിട്ടില്ല. നമ്മുടെ കനയ്യാകുമാറിനൊന്നും പിടിച്ച പോലെ, ഉമർ ഖാലിദിനെയൊക്കെ തെരഞ്ഞ പോലെ നമ്മുടെ പോലീസിന് പിടുത്തം കിട്ടിയിട്ടില്ല. രാജ്യസഭാ MP 9000 കോടി മുടിച്ച് കടന്നുപോയവന് വിടോ അല്ലാഹ്. പലിശയും സാമ്പത്തിക ഇടപാടുകളും പറഞ്ഞിട്ടാ ഖുർആന പറഞ്ഞ യൗമ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. കൈ ചൂണ്ടല് പഴച്ചു പോയത് കൊണ്ടോ, കെട്ടിയത് താഴെ മേലെ ആയതുകൊണ്ടോ, പൊട്ടു തുടലിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോയതൊന്നും അല്ല ചർച്ച. പിന്നെന്താ? യൗമ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. സാമ്പത്തിക ഇടപാടുകൾ, തട്ടിപ്പുകൾ, കരിഞ്ചന്ത, പലിശ, പൂഴ്ത്തിവെപ്പ്, സ്വത്തിന്റെ 80% വിദേശ രാജ്യങ്ങളിൽ ഇട്ടിട്ട് 110 കോടി ജനങ്ങൾ പട്ടിണി കിടക്കുന്ന ഇന്ത്യക്കാരന്റെ കാശ് മുടിച്ചെടുത്ത് കടന്നുപോകുന്ന മുതലാളിത്ത കോർപ്പറേറ്റ് സംവിധാനങ്ങൾ നിങ്ങൾ വേറെ പഠിച്ചോ? അവിടെയാണ് ഖുർആൻ ഇറങ്ങുന്നത്. ഓനെ വിടുവല്ല. അവന് കൊണ്ടു നിൽക്കുന്നവർ, അവന് ആനുകൂല്യങ്ങൾ നൽകിയവർ, അവനെ പോകാൻ സമ്മതിച്ചവർ, അവന് വായ്പ നൽകിയവർ, അതിനുവേണ്ടിയുള്ള അണ്ടർഗ്രൗണ്ട് നിലപാടുകൾ സ്വീകരിച്ചവർ, ലിയഹ്മിലു ഔസാറഹും കാമിലത യൗമൽ ഖിയാമ. അവിടെ മാത്രമല്ല, എല്ലാത്തിലും വിടും. നമ്മൾ നേരത്തെ പറഞ്ഞ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ഖൂലൂ ലിന്നാസി ഹുസ്ന. ജനങ്ങളോട് നല്ലത് പറയണമെന്ന, ജനങ്ങളോട് മിനുസമായിട്ട് പറയണമെന്ന ഒരു പത്രവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുന്നു. മുഹമ്മദ് പ്രവാചകന്റെ തിരുമേനി സല്ലല്ലാഹു, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോണില്ല, അതിന്റെ വൈകാരികമായ തലങ്ങളിലേക്ക് ഞാനിപ്പോ കടന്നു പോകാൻ ആഗ്രഹിക്കണില്ല. അള്ളാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേര് പറയാതെ വളരെ മലീമസമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ വൈവാഹിക ജീവിതത്തെയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങളെയും തെറ്റായ രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊരു അബദ്ധമല്ല. വളരെ മനഃപൂർവ്വം സംഭവിക്കുന്ന അബദ്ധമാണെങ്കിൽ അത് പുറത്തു കൊടുക്കാൻ കഴിയും, അബദ്ധമാണെങ്കിൽ വിട്ടുകൊടുക്കണം. ഏതോ ഒരാൾ അറിയാതെ സംഭവിച്ചതാണെങ്കിൽ, അറിയാതെ സംഭവിച്ച അള്ളന്നെ വിടൂല, പിന്നെ നമ്മൾ ഇറങ്ങാറാണ്ട കാര്യമില്ല, ഒരിക്കലും ആക്കണ്ട. അതേസമയം കള്ളത്തരങ്ങളുടെയും കാപ്പട്യങ്ങളുടെയും മറവിൽ അബദ്ധങ്ങൾ എഴുന്നള്ളിക്കുന്ന അതൊരു അജണ്ടയപ്പ ലോകത്ത്.
വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനോട് എങ്ങനെ സ്വീകരിക്കണം എന്ന നിലപാട് വളരെ വഷള. ശ്രീരാമ കല്യാണം കഴിച്ചിരിക്കണം, അതുപോലെ ശ്രീകൃഷ്ണൻ കല്യാണം, ഇതൊന്നുമല്ല അതിന്റെ മറുപടി. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷമായില്ലേ തിളങ്ങുന്ന വ്യക്തിത്വമായി ചരിത്രത്തിന്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ആരാണ് ആ പ്രവാചകനെ കാർന്നു തിന്നത്? എവിടെയാണ് അദ്ദേഹത്തിന് വൈകല്യങ്ങൾ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? തിളങ്ങുന്ന നക്ഷത്രമായി മനുഷ്യലോകത്തിന്റെ മുമ്പിൽ വല്ലാത്ത വ്യക്തിത്വമായി 1500 വർഷം കഴിഞ്ഞിട്ട് മലയാളത്തിലെ അല്ലെങ്കിൽ ഫ്രഞ്ചില് അല്ലെങ്കിൽ അറബിയിലെ ഇംഗ്ലീഷിലെ ഒരു പത്രം എവിടെയെങ്കിലും 4 ശകലങ്ങൾ എഴുതിയാൽ ഉടഞ്ഞു പോകുന്നതും ഉരുകിത്തീരുന്നതും എല്ലാം പൊടിഞ്ഞു പോകുന്നതുമല്ല പ്രവാചകൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. അതിന്റെ അപ്പുറമുള്ള ആശയപരമായ കരുത്തുള്ള, ആദർശപരമായ കരുത്തുള്ള, മൂല്യപരമായ കരുത്തുള്ള, പ്രകൃതിപരവും ദൈവികവുമായ ഭദ്രതയുള്ള ഒരാശയത്തിന്റെയും ദർശനത്തിന്റെയും വ്യക്തിത്വമായി കൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. പക്ഷേ ഈ പടയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, വളഞ്ഞ വഴിയിലൂടെ, ഇരുണ്ട വഴികളിലൂടെ ഞാനതിന്റെ രാഷ്ട്രീയം വിശദീകരിക്കണില്ല. പല കളിയും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. ആ പത്രം തന്നെ പരിവാറിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ചില സന്ദർഭത്തിൽ. മാതൃഭൂമിയിൽ ഇടക്കാലത്ത് സംഘപരിവാർ വിരുദ്ധ, സംഘപരിവാറിന്റെ ഇടയിൽ ഭയങ്കര പ്രശ്നമുണ്ട് മാതൃഭൂമിക്കെതിരെ. കാരണം അതിലെ ചില ആള് പരിവാർ വിരുദ്ധ ലേഖനങ്ങൾ. അപ്പൊ പിന്നെ ഈ ഒരു തീരുമാനിച്ചോന്ന് അറിയില്ല. നഷ്ടപ്പെട്ടു പോയ ആളുകളെ തിരിച്ചു പിടിക്കാൻ അതിനൊരു ആന്റി പ്രകമ്പനം ഉണ്ടാവണം. അതിനെ പറ്റുന്നൊരു സംഭവം വന്നാൽ അതൊക്കെ അണ്ടർഗ്രൗണ്ടിൽ ആരെങ്കിലും അതിൽ മുള ഇട്ടിട്ട് കളിച്ചോന്ന് എനിക്കറിയില്ല. മാതൃഭൂമിയെ പോലെ പത്രങ്ങൾ നിലനിൽക്കേണ്ടതാ, അത് വേറെ ചർച്ചയാണ്. അതിനൊന്നും അങ്ങനെ കൈകാര്യം ചെയ്യണമ. മതേതര സെക്യുലർ സ്വഭാവത്തിൽ നിലനിൽക്കേണ്ട ചില പത്രങ്ങളിൽ പെട്ടതാണതും. പക്ഷേ അത് നമ്മൾ പറയുമ്പോൾ തന്നെ ആരുടെയെങ്കിലും ഉപകരണവും, ആരുടെയെങ്കിലും ഒരു കളിക്കോപ്പും, ആരുടെയെങ്കിലും താല്പര്യങ്ങളെ, വൃഥാ താല്പര്യങ്ങളെ, കള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഇതിനെ കോടാലിയായി ഉപയോഗിക്കുന്നവരുടെ ഇരിപ്പിടവും അതിന്റെ സംരക്ഷണ കേന്ദ്രങ്ങളുമായിട്ട് പത്രങ്ങളും ചാനലുകളും ഒന്നും മാറാൻ പാടില്ല. നല്ലത് പറയട്ടെ, നല്ലതിനു വേണ്ടി പറയട്ടെ, നല്ല ഭാഷയിൽ പറയട്ടെ. ഖൂലു ഖൗലൻ സദീദ. പ്രവാചകന്റെ അല്ല, ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഏത് നിലപാടുകളോട് നമുക്ക് മുഖാമുഖം എല്ലാവരും നമ്മൾ അംഗീകരിക്കണ്ടേ? എത്ര വൈകാരികമായിട്ട് പൊട്ടിത്തെറിക്കുന്നവനോടും എത്ര മാന്യമായി സംസാരിക്കുന്നവനോടും ഖുർആനും പ്രവാചകനും അപ്പുറം നിർത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയേണ്ടത്. നമ്മളെ ഇളകേണ്ട കാര്യമൊന്നുമില്ല. സാമുദായികമായി പ്രകമ്പിതരാവുക, വൈകാരികമായിട്ട് പിടിച്ചുലക്കപ്പെടുക, ആകെ കൂടി എന്തൊക്കെയോ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുന്നു എന്ന് തോന്നുക, അതൊന്നും ഉള്ളിലില്ലാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നത്. ഉള്ളിലുണ്ടെങ്കിൽ ഇതൊന്നും തോന്നൂല. ഇതൊക്കെ അന്ന് തുടങ്ങിയ കളിയാണ്. ഞാനതിലേക്ക് പോണില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അതും വസൂറ. മീഡിയൊക്കെ പ്രത്യേകിച്ചും വരും അള്ളാന്റെ അടുത്ത്. എത്ര ആളെ കുറ്റേറ്റെടുക്കേണ്ടി വരും? ലോകമാധ്യമങ്ങൾ 99% വരുന്ന ലോകമാധ്യമങ്ങളും അപകടകരമായ നിലപാടുകളെ പ്രയോഗിക്കുന്നു, പ്രതിനിധീകരിക്കുന്നു. പിന്നെ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖദ് ഖാബ, തോറ്റിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. മൻ ഹമല ളുൽമ, അക്രമങ്ങൾ ചുമലിലേറ്റി വരുന്നവർ. വീട്ടിൽ മാതാപിതാക്കളും കുട്ടികളും ഇണകളും മുതൽ സാമൂഹിക ജീവിതത്തിന്റെ സർക്കാർ തല രാജ്യവുമായി ബന്ധപ്പെട്ട നിലപാടുകളിലടക്കം അന്യായവും അക്രമപരവുമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആരും അള്ളാഹു വിടൂല. അവരാണ് നേരത്തെ പറഞ്ഞ മുഖം കീഴ്പ്പെട്ട് ഒതുങ്ങി അള്ളാന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. ബാക്കിയുള്ളവരെ വിടുക. നമ്മളാണല്ലോ പോണ്ടത്. ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മക്കളെ പറ്റിച്ചോ, നിങ്ങളെ ഉമ്മാനെ വെള്ളം കുടിപ്പിച്ചോ, നിങ്ങളെ ഇണയോട് അന്യായം കാണിച്ചോ, നിങ്ങളുടെ ജ്യേഷ്ഠാനിയന്മാരോടും അയൽപക്കക്കാരോടൊക്കെ ദ്രോഹം ചെയ്തോ, നിങ്ങളുടെ കീഴിൽ, നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളുടെ കീഴിൽ വരുന്നവരോട്, നിങ്ങളൊരു തൊഴിലാളിയാണെങ്കിൽ നിങ്ങളുടെ മുതലാളിയോട്, നിങ്ങളൊരു മുതലാളിയാണെങ്കിൽ നിങ്ങളുടെ തൊഴിലാളിയോട് എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എല്ലാരും സ്വന്തം ആത്മപരിശോധന നടത്തുക. അക്രമങ്ങളില്ലാതെ അക്രമങ്ങളെ സൂക്ഷിക്കുക. ഖിയാമത്ത് നാളിലെ ഇരുട്ടാണ്, അന്ധതയാണ് അക്രമങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളെ ഒന്നുമല്ലാതാക്കി മാറ്റും. അക്രമങ്ങളുമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നതിന് പകരം വമൻ യഅമൽ മിന സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നവൻ, വഹുവ മുഅ്മിനുൻ, നല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ഫലാ യഖാഫു, അവന് ഭയപ്പെടേണ്ടതില്ല, ളുൽമൻ വലാ ഹലമ, ഒരക്രമവും ഒരു അനീതിയും ഒരു അസ്വസ്ഥതയും അവൻ അഭിമുഖീകരിക്കേണ്ടതില്ല. ആ ഒരു തലത്തിലേക്ക് പോകാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
ഉള്ള സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രത്യേകമായി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്താനും കരുണാവാരിധിയായ റബ്ബ് നമ്മയൊക്കെ തുണക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായിട്ടൊക്കെ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട്. പടച്ച റബ്ബ് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ നീ ഞങ്ങളോട് തെറ്റുകളും കുറ്റങ്ങൾക്കും നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഇണകളുണ്ട്, കുട്ടികളുണ്ട്, ഉമ്മാരും ഉപ്പാരും ഒക്കെ ഉണ്ട്. അവരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. രോഗങ്ങൾ, വാർദ്ധക്യസഹജമായ പ്രശ്നങ്ങൾ ഒക്കെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വാപ്പാരും ഉമ്മാരും അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും ശിഫയും നൽകി അള്ളാഹു അവരോടും ഞങ്ങളോടുമൊക്കെ നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികളെയും കുടുംബത്തെയും ഒക്കെ നേരായ വഴിയിൽ നയിക്കാൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹുവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ ഉമ്മുണ്ട്, ഉപ്പുണ്ട്, ഇണകളും കുട്ടികളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അള്ളാഹു അവർക്ക് ഖബറിലാണ്, ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. എല്ലാ വൈകുന്നേരവും രാവിലെയും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കാഴ്ച കൊടുക്കുന്ന ആ ഖബറിൽ ഈ രണ്ടാലൊരവസ്ഥയിലാണ് നമ്മളെ ആളുകളൊക്കെ ഉള്ളത്. ഇപ്പൊ നമ്മൾ പോയാലും അങ്ങനെ തന്നെയാണുള്ളത്. അള്ളാഹുവേ ഞങ്ങളോട് പൊറുക്കടേ തമ്പുരാനെ, ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. മരണപ്പെട്ട് ഞങ്ങളിൽ നിന്ന് വേർപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ കുട്ടികൾ, വല്യപ്പാര്, വല്യന്മാര്, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എല്ലാവരോടും പൊറുക്കുകയും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മാപ്പാക്കുകയും മരണത്തിലെ, ഖബറിലെ, ബർസഖിലെ, മഹ്ശറയിലെ, നരകത്തിലെ വേദനാജനകമായ ശിക്ഷകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഹലാലായ സമ്പാദ്യമാർഗങ്ങളിൽ വർധനവ് നൽകി നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ വിത്തിലും മണ്ണിലും വെള്ളത്തിലുമൊക്കെ നീ അനുഗ്രഹം ചൊരിയുമാറാകണമേ തമ്പുരാനെ. വലിയ ചൂടാണ്, സഹിക്കാൻ കഴിയാത്ത ചൂടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളവും കാലാവസ്ഥയൊക്കെ വലിയ പരീക്ഷണമായി മാറുന്നതിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അയഞ്ഞ മനസ്സുള്ളവരും അലിഞ്ഞ മനസ്സുള്ളവരും കനിവുള്ളവരും ആർദ്രതയുള്ളവരുമായി അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ വിശാലത നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. മനുഷ്യലോകത്തോടും എല്ലാവരോടും കരുണയും സ്നേഹവും അലിവും ത്യാഗവും ചെയ്യാൻ പറ്റുന്ന മാനസികമായ വളർച്ച നൽകി അള്ളാഹുവേ നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളോടൊക്കെ നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റാഹിമീൻ. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم انك عفو تحب العفو فاعف عنا. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من امرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله وصلى الله على محمد صلى الله عليه وسلم.